തിരുവല്ല നഗരസഭയുടെ അനാസ്ഥ മൂലം സ്ത്രീകൾക്ക് സുരക്ഷിത കേന്ദ്രമൊരുക്കാൻ നിർമ്മിച്ച തിരുവല്ലയിലെ ഷീലോഡ്ജ് കെട്ടിടം അനാഥമാകുന്നു. 1/2 കോടി മുടക്കി നിർമ്മിച്ച കെട്ടിടം 2 വർഷം മുൻപാണ് ഉദ്ഘാടനം ചെയ്തത്. UDF ഭരണസമിതിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് വിഷയത്തിൽ ഉയരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നാണ് തിരുവല്ല. ദിവസേന 100 കണക്കിന് സ്ത്രീകളാണ് തിരുവല്ലയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നത്. നിലവിൽ വലിയ തുക മുടക്കിയാലേ ഒരു നേരമെങ്കിലും നഗരത്തിൽ തങ്ങാനാവുകയുള്ളൂ. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഷീലോഡ്ജിന്റെ പ്രസക്തിയേറുന്നത്. 2022 ഏപ്രിൽ 30 പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ലോഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടന ശേഷം അടഞ്ഞ പ്രധാന കവാടം പിന്നീടിങ്ങോട്ട് ഒരിക്കൽ പോലും തുറന്നിട്ടില്ല. അപ്പോൾ തിരുവല്ല നഗരസഭ 2 വർഷത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 50 ലക്ഷം രൂപ മുടക്കി. പക്ഷേ ഇതുവരെയായിട്ടും അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. അതേസമയം കെട്ടിട നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ആവശ്യമുണ്ടെന്നും അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.